നമസ്കാരം. വിദ്യാധനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തെക്കുറിച്ചാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലെക്കുറിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ തിരുവനന്തപുരമാണ് എടുത്തത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മളതിൻ്റെ ചരിത്രത്തിൽ കുറിച്ചൊക്കെ പോയി. ഇനി നമ്മൾ PSCക്ക് ചോദിക്കുന്നതായ പ്രധാനപ്പെട്ട ഓരോ ജില്ലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ വരുന്ന ഓരോ പോയിന്റുകൾ എടുത്തിട്ടാണ് നമ്മൾ തുടരുന്നത്. ഇതിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട ലോ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തിരുവനന്തപുരം ലോ കോളേജാണ്. ലോ കോളേജ് തിരുവനന്തപുരം ആണ് കേരളത്തിൽ ഉണ്ടായ ആദ്യത്തെ ലോ കോളേജ്. അതിൻ്റെ കാര്യങ്ങളിലൂടെ പോയാൽ 1875 കേരളത്തിൽ ആദ്യമായി നിയമപഠനത്തിനായിട്ട് ഒരു തുടക്കം ഉണ്ടായത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ 31/1/1875 അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഹിസ് ഹൈനസ് കോളേജിൽ നിയമപഠനത്തിനായിട്ട് ഒരു ചെറിയ വിഭാഗമുണ്ടാക്കി. ഹിസ് ഹൈനസ് കോളേജ് എന്നറിയപ്പെട്ടിരുന്നു അന്ന് തിരുവിതാംകൂറിലെ കോളേജ്. തിരുവിതാംകൂർ രാജകുടുംബമാണ് അത് തുടങ്ങിയത്. അത് 31/1/1875 നിയമപഠനത്തിനായിട്ട് ഒരു കേന്ദ്രം ഹിസ് ഹൈനസ് കോളേജിൽ തുടങ്ങി. യഥാർത്ഥത്തിൽ പഠനം തുടങ്ങിയത് ഫെബ്രുവരി 1877 9 1875 ഇതിനായി തുടക്കം കുറിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 1877 ഫെബ്രുവരിയിലാണ്. അതായത് 2 വർഷത്തിന് ശേഷം 1875 കഴിഞ്ഞ് 77 ആകുമ്പോഴേക്ക് 2 വർഷം കഴിഞ്ഞു. ഇത് ജനുവരി മാസമാണ് അങ്ങനെ ഒരു തുടക്കം എത്തട്ടെങ്കിലും ഫെബ്രുവരി 77 അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. പ്രൊഫസർ WB ഓംസ്ബായുടെ കീഴിലായിരുന്നു നിയമവിദ്യാഭ്യാസം നടത്തുവാനായിട്ട് മഹാരാജാവ് തീരുമാനിച്ചത്. 1877 മുതൽ 1893 വരെ അത് ഹിസ് ഹൈനസ് കോളേജിൻ്റെ തന്നെ ഒരു ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നു. 1894 മുതൽ 1908 വരെ ഈ ഹിസ് ഹൈനസ് കോളേജിന് ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം എന്നാക്കിയിരുന്നു. അങ്ങനെയാണ് ആ ലോ കോളേജിൻ്റെ ഒരു ഭാഗം അതിൽ പ്രവർത്തിച്ചത്. ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്തിൽ നടന്നുകൊണ്ടിരുന്നു. 1909 അത് DPIയുടെ കീഴിലായി. അതായത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ നമുക്കറിയാം ഇന്നത്തെ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം DPIയുടെ കീഴിലാണ് വരുന്നത്. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. 1909 1998 വരെ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ 1909 അത് DPIയുടെ കീഴിലായി. അതിൻ്റെ പിറ്റേ വർഷം ഹൈക്കോർട്ടിൻ്റെ കീഴിലായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. 1910 പിറ്റേ വർഷം തന്നെ. 1938 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി വന്നത്. അതോടുകൂടി അതായത് 1938 മുതൽ അത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി. ഈ ലോ കോളേജിൻ്റെ ലോ കോളേജ് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. നിയമപഠനത്തിൻ്റെ ആ ഒരു വിങ് ഈ പറയുന്ന എല്ലായിടത്തും പ്രവർത്തിച്ചു വന്നു. ഹൈക്കോർട്ടിലേക്ക് 1910 അത് ഹൈക്കോർട്ടിൻ്റെ കീഴിലായി. 1938 അത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി രൂപപ്പെട്ടതോടുകൂടി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായി. 1949 അപ്പോഴേക്കും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിരുന്നു. 1949 തിരുവനന്തപുരത്തുള്ള ഈ ലോ കോളേജിനെ ഇത് എറണാകുളത്തേക്ക് മാറ്റി. അവിടെ ഹൈക്കോർട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് അത് എറണാകുളത്തേക്ക് മാറ്റി. എന്നാൽ 1954 വീണ്ടും അത് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. 19
1949 ഈ എറണാകുളത്തേക്ക് മാറ്റാനുണ്ടായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരവും കൊച്ചിയും ചേർന്ന് അന്ന് ഹൈക്കോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ചതിനോടനുബന്ധിച്ചാണ് ഈ കോളേജിനെ അങ്ങോട്ട് മാറ്റിയത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തത്. വീണ്ടും 54 തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. ഇനി 1961 തിരുവനന്തപുരം ലോ കോളേജ് ഒരു സ്ഥിര സ്ഥാപനമാക്കി മാറ്റി, ഗവൺമെൻറ് മാറ്റി. തിരുവനന്തപുരം ലോ കോളേജ് എന്നുള്ളൊരു ഒരു പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥിര സ്ഥാപനമാക്കി മാറ്റി 1961. 2013 ഈ അടുത്ത കാലത്ത് കേരള യൂണിവേഴ്സിറ്റി ഇതിനെ ഒരു റിസർച്ച് സെൻറ്റർ ഓഫ് ലോ, നിയമത്തിൻ്റെ ഗവേഷണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റി 2013. പിന്നെ ഒരു കാര്യം, 2007 ഇന്ത്യ ടുഡേ ഈ ലോ കോളേജ് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ 23ാമത്തെ ബെസ്റ്റ് കോളേജായിട്ട് അവാർഡ് ചെയ്തിരുന്നു. 2007 അങ്ങനെയൊരു സ്ഥാനം കിട്ടിയത്. ആകെ ഇന്ത്യയിലുള്ള ആകെ ലോ കോളേജുകളിൽ 23ാമത്തെ സ്ഥാനത്ത് ലോ കോളേജ് തിരുവനന്തപുരം വന്നു പിന്നെ കിട്ടുകയുണ്ടായി. 2007 ഇന്ത്യ ടുഡേ ഒരു അതിൻ്റെ കീഴിലാണ് ആ സ്ഥാനം. ഇന്ത്യ ടുഡേ നടത്തിയ ഒരു പഠനത്തിലാണ് അത് ഈ ഒരു സ്ഥാനം നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോ കോളേജിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിതിൽ നോക്കിയത്. അതായത് പ്രധാനമായിട്ട് നോക്കിയത് കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോ കോളേജ് തിരുവനന്തപുരമാണ്. 1875 തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ അതിലെ ഈ സ്ഥാപനത്തെ 1949 എറണാകുളത്തേക്ക് മാറ്റിയും വീണ്ടും 54 തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുക. നമുക്കതിൽ പ്രൊഫസർ W. ഓംസ്ബൈനെ ഓർക്കാം. അദ്ദേഹമാണ് 1977 നിയമപഠനത്തിൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് ഹിസ് ഹൈനസ് കോളേജിൽ തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലോ കോളേജിനെ കുറിച്ച് അഡീഷണലായിട്ട് ഓർത്ത് വെക്കാം. ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇതിൽ നിന്നുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും.